നമുക്കറിയാലോ പെരുന്നാളിൻ്റെ ആഘോഷത്തിലാണ് എല്ലാവരും. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വിവാദങ്ങളെയൊക്കെ മാറ്റി പെരുന്നാൾ ദിനത്തിൽ നമുക്കൊരു സ്നേഹത്തിൻ്റെ കാഴ്ച കൂടി പങ്കുവയ്ക്കാൻ കഴിയുന്നു എന്നാണ് സന്തോഷം. അത് മഞ്ചേരിയിൽ നിന്നാണ്. ഒരു ക്രിസ്ത്യൻ പള്ളി അവരുടെ മൈതാനം തന്നെ ഈദ്ഗാഹിന് വേണ്ടി തുറന്നു കൊടുക്കുന്നു. അതിൻ്റെ സംഘാടനത്തിലൊക്കെ അവിടുത്തെ വൈദികൻ തന്നെ മുന്നിട്ട് നിൽക്കുന്നു. ഇത് എല്ലാവരും ഒരുമയോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകേണ്ടതാണ്, അതാണ് നമുക്കെല്ലാവർക്കും വേണ്ടത് എന്ന സന്ദേശവുമൊക്കെ അതിൽ പറയുന്നുണ്ട്. ഇതിൽ മനോഹരമായ കാഴ്ചയാണ് ഈ പെരുന്നാൾ ദിനത്തിൽ മഞ്ചേരിയിൽ നിന്ന് വരുന്നത്. മഞ്ചേരിയിലെ ഈദ്ഗാഹ് ആയിരങ്ങൾ പെരുന്നാൾ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നു. പിറകിലായുള്ളത് മഞ്ചേരി നിക്ലാസ് CSI പള്ളി. വെറുപ്പിന്റെ കട തുറക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ സാഹോദര്യവും ഐക്യവും അനിവാര്യമെന്ന് പള്ളി വികാരി ഫാദർ ജോയ്. നമ്മൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഏറ്റവും കൂടുതൽ പരസ്പര സ്നേഹത്തിൽ യോജിച്ചുകൊണ്ട് പോകാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അതിനുള്ള കാലഘട്ടമാണിത്. രാജ്യം കടന്നു പോകുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ ഏറ്റവും ശക്തമായി മതേതര ചേരികൾ ഒന്നിച്ചൊന്നായി നിൽക്കേണ്ട ഈ സന്ദർഭം, അതാണ് ഈ രാജ്യത്തെ രക്ഷപ്പെടുത്തു എന്ന തിരിച്ചറിവിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഈദ്ഗാഹിനായുള്ള ഒരുക്കത്തിനും പള്ളി കമ്മിറ്റി ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. നിക്ലാസ് മെമ്മറി ചർച്ചിൽ നിന്നുയർന്ന ഈദ് തക്ബീർ നൽകുന്നത് ഒരു സന്ദേശമാണ്. ഇതാണ് മലപ്പുറം, ഇതാണ് കേരളം എന്ന്. ദ റിയൽ കേരള സ്റ്റോറി എന്ന് ആവർത്തിക്കാം. സാഹോദര്യത്തിന്റെ മലപ്പുറം സന്ദേശത്തിലേക്ക് ഒരധ്യായം കൂടി. ക്യാമറമാൻ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ അമൃതനാഥ്, മാതൃഭൂമി ന്യൂസ്, മലപ്പുറം. അരുൺ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, തെരഞ്ഞെടുപ്പ് കാലമാണ് അല്ലേ? സ്റ്റോറികൾ പലതും പ്രദർശനത്തിലുണ്ട്. അത് പലവിധ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. അതിനിടയിലാണ് ഈ നല്ല കാഴ്ചകൾ വരുന്നത്. നേരത്തെയും ഇത്തരത്തിലുള്ള വേദികൾ അവിടെ ഒരുങ്ങിയിട്ടുണ്ടോ? ഇനി ഏതൊക്കെ രീതിയിലാണ് ഇത് കൂടുതൽ വിശാലമാക്കാൻ എല്ലാവരുടെയും ഒരു ശ്രമം ഉണ്ടാകും? ദിവിഷേട്ട, മലപ്പുറത്തെ സംബന്ധിച്ച് ഇത് പുതുമയുള്ള കാര്യമൊന്നുമില്ല. ദിവിഷേട്ടനും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ടവരായിക്കോട്ടെ, വിവിധ രാഷ്ട്രീയമുള്ളവരായിക്കോട്ടെ, അവരൊക്കെ മെസ്സിയുടെ പേരിൽ ഒന്നിക്കും, അവരൊക്കെ ക്രിസ്ത്യാനോയുടെ പേരിൽ ഒന്നിക്കും. ഇതൊക്കെയാണ് മലപ്പുറത്തിൻ്റെ എല്ലാ വിഷയത്തിലും നമ്മൾ കാണുന്ന സ്നേഹവും സാഹോദര്യവും ഒക്കെ. അവർ അമ്പലത്തിൻ്റെ പുനഃപ്രതിഷ്ഠ പള്ളി കമ്മിറ്റി നടത്തും. ഇതൊക്കെ മലപ്പുറത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ എടുത്തു പറയേണ്ടി വരുന്ന പ്രസക്തി സമീപകാലത്തുണ്ടാകുന്ന പശ്ചാത്തലം തന്നെയാണ്. നമുക്ക് വേർതിരിവ് ഉണ്ടാക്കാനുള്ള തരത്തിലുള്ള ചില സംഭവങ്ങൾ നടക്കുന്നു. അവിടെയാണ് ഈ മഞ്ചേരിയിലെ സംഭവത്തിൻ്റെയും പ്രസക്തി. ഇന്ന് രാവിലെ 7 മണിക്ക് ഞാൻ എത്തിയതാണ്. ഈ മഞ്ചേരിയിലെ ഈ CSI പള്ളിക്ക് മുന്നിലുള്ള അങ്കണത്തിലാണ് ഈ ഒരു ഈദ്ഗാഹ് നടക്കുന്നത്. നീണ്ട നിരയാണ്. ആയിരങ്ങളോളം ഈ പെരുന്നാൾ നിസ്കാരത്തിനായി എത്തിയിട്ടുണ്ട്. ബാക്കിലെ ഫ്രെയിമിൽ ആ CSI പള്ളിയാണ് നമ്മൾ കാണുന്നത്. അത് തന്നെ ഒരു മനസ്സിനൊരു രസമുള്ള കാഴ്ചയാണ്. പോസിറ്റീവായിരുന്ന തുടക്കമായിരുന്നു. ഫാദർ ജോയ് അതിനുശേഷം പ്രതികരിച്ചതും നമ്മൾ കേട്ടതാണ്. ഈ വെറുപ്പിൻ്റെ കട തുറക്കുന്ന ഈ കാലത്ത് അവിടെ സ്നേഹം കൊണ്ടുവരണം, അതിനാണ് ഇത്തരം സാഹോദര്യം. അതിനുശേഷം ഈ ഫാദർ ജോയ്ക്ക് ഈ പള്ളി കമ്മിറ്റിക്കാർ, മഹൽ കമ്മിറ്റി സ്നേഹോപകാരം ഒക്കെ നൽകുന്നു. അങ്ങനെ ഒരു ഈ പെരുന്നാളുടെ സന്ദേശം തന്നെ, ചെറിയ പെരുന്നാളുടെ സന്ദേശം തന്നെ ഒത്തൊരുമയും ഐക്യത്തിൻ്റെയുമാണ് വിശുദ്ധ റംസാൻ മാസത്തിൻ്റെ സന്ദേശം. അത് പുലർത്തിക്കൊണ്ടുള്ള ഒരു ഈദ്ഗാഹും നമ്മൾ കണ്ടു. ഒരു ഐക്യത്തിൻ്റെ ഒരു സന്ദേശവും ഈ കാലത്ത് അത് നൽകുന്നു എന്നുള്ളതിനാണ് അതിൻ്റെ പ്രസക്തി. എന്തായാലും എൻ്റെ മനസ്സ് രാവിലെ തന്നെ നിറഞ്ഞു. അപ്പോൾ ദിവിഷേട്ടനും ഈദ് മുബാറക്ക്. ഈദ് മുബാറക്ക്. പെരുന്നാൾ വിഭവങ്ങൾ എവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിഞ്ഞു വരണേ? അതും ശരിയായ രീതിയിൽ നടന്നോ? നല്ല മന്തി കഴിഞ്ഞു. 3-4 സ്ഥലത്തു നിന്ന് ക്ഷണം ഉണ്ടായിരുന്നു. മലപ്പുറമാണ്. ഭക്ഷണത്തിന് ഒരു കുറവും വരുത്തിയിട്ടില്ലാത്ത ആണാണ്. നല്ല ചൂട് മന്തി, അതിൻ്റെ മേലെ ഒരു പായസം. കുറച്ച് ഓവറായി പോയി. പക്ഷെ പെരുന്നാളിൽ ഇതൊക്കെ ആവാം ദിവിഷേട്ടാ. സാരമില്ല, കുറച്ച് ഓവറായിക്കോട്ടെ. ശരി അരുണേ.